ഹലോ ഡിയേഴ്സ്, ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസത്തെ വരവേൽക്കാൻ ഞാൻ ഇതാ റെഡിയായി. ഞാനീ നോക്കി നോക്കി എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? വഴിയെ മനസ്സിലായിക്കൊള്ളും. നമ്മുടെ ലിയബ് ബേബീസ് 8th ബർത്ത്ഡേ. അതുമല്ലാതെ ഈ ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലാണ്. എല്ലാ ഇയേഴ്സും ഓണം വെക്കേഷനിലാണ് മോളുടെ ബർത്ത്ഡേ വരുന്നത്. കുറച്ചൊക്കെ വളർന്നപ്പോൾ മോൾ ഇടയ്ക്കിടെ ചെറിയ സങ്കടമെന്ന രീതിയിൽ എന്നോട് പറയാറുണ്ട്, എനിക്കെന്നാ മമ്മ സ്കൂൾ ഫ്രണ്ട്സും ടീച്ചേഴ്സുമായി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക, ഓണം വെക്കേഷനിൽ ബർത്ത്ഡേ ആഘോഷിച്ചു മടുത്തു എന്നൊക്കെ. ഇന്നിപ്പോൾ അതിന് വിരാമമായി. മോള് കാത്തിരുന്ന ഡേ അങ്ങനെ എത്തി. മോൾ UKG ആയിരുന്നപ്പോൾ സ്കൂൾ ഡേയ്സിൽ ചോക്ലേറ്റ്സ് കൊടുത്തുവിട്ട ഓർമ്മ എനിക്കുണ്ട്. പിന്നെ എല്ലാം ഓണം വെക്കേഷനിലല്ലേ. ഇപ്പോൾ സ്കൂളിൽ സ്വീറ്റ്സ് ഒന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് എന്തേലും കൊടുത്തു വിടണമല്ലോ. കാത്തിരുന്ന ബർത്ത്ഡേക്ക് വെറും കൈയോടെ പോകണ്ടെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് യൂസ്ഫുൾ ഐറ്റംസ് തന്നെ മേടിച്ചു. മോളുടെ ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ചേർത്തങ്ങ് ഞാൻ മേടിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾ ഡബിൾ അല്ല ട്രിപ്പിൾ, അതിൽ കാട്ടി കൂടുതൽ ഹാപ്പിയായി. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെ ഇതെല്ലാം അങ്ങ് റാപ്പ് ചെയ്ത് തീർത്തു. മോളുടെ ആ സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് പറയാൻ വാക്കില്ല. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരില്ലേ, അത് തന്നെ. ഇതൊക്കെ കണ്ടതിൽ പിന്നെ മോൾക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോയാൽ മതി എന്നായി. നമ്മുടെ മക്കളുടെ സന്തോഷം അത് കൺകുളിർക്കെ കണ്ടു തന്നെ തീർക്കണം. ആ കുഞ്ഞു മനസ്സിന്റെ സന്തോഷം അതൊക്കെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടാണേലും സക്സസ്ഫുള്ളി ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി. അടിപൊളിയായി എല്ലാം അങ്ങനെ റാപ്പ് ചെയ്തു. അമ്മ UKG മാത്രമേ ഞാനാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ബർത്ത്ഡേ സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. 8 years old അപ്പം മാത്രം എനിക്ക് ബർത്ത്ഡേ സ്കൂളിൽ ആഘോഷിക്കാൻ പറ്റി. എനിക്കിത് മമ്മ ഉണ്ടാക്കിയത് നല്ല ഹാപ്പിയാണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പിയാണ്. ഒത്തിരി ലേറ്റായി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.